ജനകീയ ഹോട്ടലുകൾക്ക് സബ്സിഡി തുകയും വാടക കുടിശ്ശികയും മുടങ്ങി. ഹോട്ടലുകൾ ഒന്നൊന്നായി പൂട്ടിത്തുടങ്ങി. വിശപ്പുരഹിതം പദ്ധതിയിൽ 2019-20 വർഷമാണ് ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചത്. കുടുംബശ്രീ മുഖേന നടപ്പിലാക്കിയ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമായ പദ്ധതിയാണ് അടച്ചുപൂട്ടുന്നത്. പിണറായി സർക്കാർ 2019-2020 ബജറ്റിലാണ് വിശപ്പുരഹിത കേരളം പദ്ധതി ആരംഭിച്ചത്. ദാരിദ്ര്യ മിഷൻ പദ്ധതി കുടുംബശ്രീ വഴി നടപ്പിലാക്കി. സംസ്ഥാനത്ത് 50,000-ന് മുകളിൽ ഹോട്ടലുകൾ ഉയർന്നു. ഊണിന് 20 രൂപയും പാഴ്സലിന് 25 രൂപയും വില നിശ്ചയിച്ചായിരുന്നു ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത്. പണമില്ലാത്തവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകി. സർക്കാർ ഒരു ഊണിന് 10 രൂപ സബ്സിഡിയും കടമുറിയും അനുബന്ധ സൗകര്യവും 1.5 ലക്ഷം രൂപ റിവോൾവിംഗ് ഫണ്ടും കുടുംബശ്രീയും പഞ്ചായത്തും നൽകിയാണ് ഹോട്ടൽ ആരംഭിച്ചത്. വിജയകരമായി പ്രവർത്തിച്ച ജനകീയ ഹോട്ടലിലെ കുടുംബശ്രീ ചെയർപേഴ്സൺമാർ തന്നെ തകർക്കാൻ ശ്രമം നടന്നു. സർക്കാർ സബ്സിഡി തുക ആദ്യം കുടിശ്ശികയാക്കി, പിന്നീട് അനുവദിച്ചു. കുടുംബശ്രീ ഇത് വിതരണം ചെയ്യാൻ മടിച്ചു. പിന്നീട് കുറെ മാസത്തെ സബ്സിഡി തുക വിതരണം ചെയ്യുകയും ചെയ്തു. രണ്ടാം പിണറായി സർക്കാർ സബ്സിഡി ഇല്ലാതാക്കി. ഇതോടെ ഊണിന് 10 രൂപ വില ഉയർത്തി. എന്നാൽ പഞ്ചായത്തും കുടുംബശ്രീയും തമ്മിലുള്ള ഭിന്നത ജനകീയ ഹോട്ടലിൽ പൂട്ടിച്ചു. ചെയർപേഴ്സന്റെ ധാർഷ്ട്യമാണ് ഹോട്ടലുകൾ പൂട്ടി പാവങ്ങളെ പട്ടിണിയിലാക്കിയതെന്നാണ് ആരോപണം ഉയരുന്നത്. 5 മാസം വാടക കുടിശ്ശിക പോലും ജനകീയ ഹോട്ടലുകൾക്ക് നൽകാൻ തയ്യാറാകാതെ വന്നതോടെ പല ഹോട്ടലുകളും പൂട്ടിക്കഴിഞ്ഞു. അല്ലെങ്കിൽ വിശന്നിരിക്കാനായിട്ട് പാടില്ല എന്ന ലക്ഷ്യത്തോടുകൂടി സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനകീയ ഹോട്ടലുകൾ തുടങ്ങി വെച്ചത്. അതിന് ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഗീതമായിട്ടുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് വേണം ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ ഈ ജനകീയ ഹോട്ടലിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും തുടങ്ങി വെച്ചത് മുഴുവൻ നിർത്തിയ ഒരു അവസരമാണ്. അതിന് പലവിധമായിട്ടുള്ള കാരണങ്ങൾ ഹോട്ടൽ ജീവനക്കാർ പറയുന്നു. ആ നടത്തിപ്പുകാരുടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിന് വേണ്ടുന്നതായിട്ടുള്ള സഹായങ്ങളില്ലാതെ വന്നുകൂടി ജനകീയ ഹോട്ടലിൽ നിലച്ച ഒരു സ്ഥിതിവിശേഷം. നിരവധി ആളുകളായിരുന്നു ജനകീയ ഹോട്ടലുണ്ടായിരുന്നപ്പോൾ ആ ജനകീയ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ജനകീയ ഹോട്ടലിനെ തേടിയെത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് എല്ലാം അടച്ചുപൂട്ടലിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ട സ്ഥിതിവിശേഷമാണ്. ഇതുപോലെ കാഞ്ചിയാർ, കട്ടപ്പന, ഏലപ്പാറ തുടങ്ങി മിക്ക പഞ്ചായത്തുകളിലും വിശപ്പുരഹിത കേരളം പദ്ധതി അവസാനിച്ചു കഴിഞ്ഞു. ഉപ്പുതറയിൽ മാത്രമാണ് ജനകീയ ഹോട്ടൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. പ്രവർത്തിക്കുന്നവയും അന്ത്യശാസനം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിരുന്ന ഈ പദ്ധതി നടപ്പിലാക്കിയതും തുരങ്കം വെച്ചതും LDF സർക്കാർ തന്നെ. ഇത് ആശ്ചര്യത്തിനും ഇടയാക്കിയിരിക്കുകയാണ്. വിജയകരമായി പ്രവർത്തിച്ചു വന്നിരുന്ന ജനകീയ ഹോട്ടലിനെ ഇല്ലാതാക്കിയത് ഇവരുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.